അമേരിക്കയിലെ കാലിഫോർണിയയിൽ ചുംബനക്കീടങ്ങൾ അതായത് കിസ്സിംഗ് ബഗ് വഴി പകരുന്ന ചാകാശ രോഗം ജനങ്ങൾക്കിടയിൽ ആശങ്കയുയർത്തിക്കൊണ്ടിരിക്കുന്നു. ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ഇത് നിശബ്ദ കൊലയാളിയായി മാറാൻ സാധ്യതയുണ്ടെന്നാണ്. ഈ രോഗത്തെക്കുറിച്ചുള്ള സത്യാവസ്ഥ എന്താണെന്ന് ഈ വീഡിയോയിൽ നോക്കാം. വീഡിയോ മുഴുവനായി കാണുക. ചുംബനക്കീടം അതായത് കിസ്സിംഗ് ബഗ് ട്രയാറ്റോമൈൻ എന്നൊരു കീടമാണ്. ഇത് ട്രൈപ്പാനോസോമോ ക്രൂസി എന്ന പാരാസൈറ്റിനെ മനുഷ്യരിലേക്ക് പകരുന്നു. ലാറ്റിൻ അമേരിക്കയിൽ പഴയ കാലം മുതൽ കണ്ടിരുന്ന രോഗമാണിത്. എന്നാൽ ഇപ്പോൾ അമേരിക്കയിലും പ്രത്യേകിച്ച് കാലിഫോർണിയയിലും സ്ഥിര രോഗമായി മാറുന്നു എന്ന മുന്നറിയിപ്പാണ് വന്നിരിക്കുന്നത്. എന്താണ് ഈ രോഗം? ചാഗാസ് ഒരു പാരാസൈറ്റിക് ഇൻഫെക്ഷൻ ആണ്. പലപ്പോഴും ആദ്യം ലക്ഷണങ്ങളൊന്നുമില്ലെങ്കിലും ചിലപ്പോൾ ചെറിയ പനി, ശരീരം വേദന, കണ്ണിന് ചുറ്റും വീക്കം പോലുള്ള കാര്യങ്ങൾ മാത്രം അറിയാൻ സാധിക്കും. പക്ഷേ വർഷങ്ങൾക്കിപ്പുറം ഹൃദയം, ദഹനാവയവങ്ങൾ എന്നിവയെ ബാധിച്ച് വലിയ രോഗങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നു. എന്താണ് ഇപ്പോഴത്തെ ഈ രോഗത്തിന്റെ അവസ്ഥ? കാലിഫോർണിയയിൽ ഈ ചുംബനക്കീട കേസുകൾ കണ്ടതായി ഹെൽത്ത് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഏകദേശം 70,000 മുതൽ 1,00,000 പേര് വരെ ഈ രോഗാവസ്ഥയിൽ ഉണ്ടായേക്കാമെന്ന് വിദഗ്ധർ പറയുന്നു. ഇത് ഒരു പെട്ടെന്നുള്ള പകർച്ച പോലെയല്ല, പക്ഷേ നിശബ്ദ ഭീഷണിയായി വളരുന്നുണ്ട്. ഈ രോഗം എങ്ങനെയാണ് പകരുന്നത്? ചുംബനക്കീടം അതായത് കിസ്സിംഗ് ബഗ്സ് ഇവ കടിക്കുമ്പോൾ പാരാസൈറ്റ് മനുഷ്യരുടെ ശരീരത്തിലേക്ക് കടക്കുന്നു. രക്തം കൊടുക്കൽ വഴിയും അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് പകരാനും സാധ്യതയുണ്ട്. ഇനി എന്താണ് ഇവയുടെ അപകടങ്ങൾ? പലർക്കും ലക്ഷണമില്ലാതെ വർഷങ്ങളോളം രോഗം തുടരാം. എന്നാൽ പിന്നീട് ഹൃദയരോഗങ്ങൾ, ദഹന പ്രശ്നങ്ങൾ, നാഡീരോഗങ്ങൾ വരെ വന്നേക്കാം. അതുകൊണ്ട് ലോകാരോഗ്യ സംഘടന പറയുന്നത് ഏർലി ഡിറ്റക്ഷൻ അത്യാവശ്യമാണ്. എന്താണ് ഇവയുടെ മുൻകരുതലുകൾ? ചാഗാസ് രോഗം സാധാരണയായി അമേരിക്കയിൽ വ്യാപകമായി ഇല്ലെങ്കിലും അറിയിപ്പ് വളരെ പ്രധാനമാണ്. ഗവേഷകർ കീടങ്ങളെ നിയന്ത്രിക്കാനും ബ്ലഡ് ക്ലീനിംഗ് ശക്തമാക്കാനും ശ്രമിക്കുന്നുണ്ടെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടനെ മെഡിക്കൽ ചെക്കപ്പ് ചെയ്യണം. ചുംബനക്കീടങ്ങൾ കിസ്സിംഗ് ബഗ് അപകടത്തെപ്പറ്റി ആളുകൾ ശ്രദ്ധിക്കുന്നത് നിസ്സാര കാര്യമല്ല. കാരണം നിശബ്ദ രോഗങ്ങൾ തന്നെയാണ് ഭാവിയിലെ വലിയ ആരോഗ്യ ഭീഷണികൾ സൃഷ്ടിക്കുന്നത്. നിങ്ങൾക്കും ഈ വിവരം പുതുമയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. പുതിയ ഹെൽത്ത് അപ്ഡേറ്റുകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.